പുസ്തകം നോക്കി വായിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പകലിന്റെ നക്ഷത്രങ്ങൾ, CP ഹരിദാസ്. ഈ സോങ് ആദ്യം കേട്ട പ്രമുഖരിൽ ഞാൻ കണ്ടു ഹൈബിയുടെ MP, ഔസേ ബച്ചൻ സാറ്, റഹ്മാൻ സാറിന്റെ മോള് ഖദീജ റഹ്മാൻ. ഇതെങ്ങനെയാണ് ഈ ആൾക്കാരിലേക്കൊക്കെ നിങ്ങൾ എത്തപ്പെട്ടത്? അതൊരു ഭാഗ്യമാണ് ശരിക്കും. സ്വയം ഡബ് ചെയ്താൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരിക്കും? അതെപ്പോഴും നീലത്താമരയാണ്. ആണ് ആദ്യത്തെ തന്നെ. ഞാൻ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടും അർച്ചന കവിക്ക് വേണ്ടിയിട്ട്. അതില് നീലത്താമരയില് അർച്ചന കവിയുടെയും പാർവതി ചേച്ചിയുടെയും വോയിസ് ഞാനാ കൊടുത്തത്. അതെ, അങ്ങനെ പല പല ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? MT സാറിന്റെ കയ്യിലെത്തുമ്പം സാറ് പറഞ്ഞൊരു കാര്യം, എന്റെ കുഞ്ഞുമാളുവിനെ ഞാൻ കണ്ടു. നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-2.5 ലക്ഷത്തോളം ആളുകളിലേക്ക് ഇത് എത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ഭയങ്കര സർപ്രൈസ് ആയോ? നിങ്ങളുടെ ഇത് റിയാക്ഷൻ എന്തായിരുന്നു? ശരിക്കും ഞങ്ങൾ തമാശയായിട്ട് വരും, റെജിന്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നും ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തിയേക്കണേ, അല്ലെങ്കിൽ പല വീടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയിരുന്നു ഞങ്ങൾ. നിങ്ങളുടെ ഒരു പാട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി, ഒരുപാട് പേർക്ക് ആശ്വാസമായി. വിതുമ്പിടുന്നതെന്തേ സ്വരം മുറിഞ്ഞിടുന്നതെന്തേ, പ്രകൃതി തന്റെ കോപമോ മാനവന്റെ ലോഭമോ, നേരമില്ലിതോർക്കുവാൻ അന്നീ നാടിനെ, സ്നേഹമേകി ജീവനേകി ജാതി വർഗ ഭേദമെന്നെ കൈപിടിച്ചുയർത്തിയാർത്തു വന്ന ധീരർ നാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ ഓരോരുത്തരും വളരെ വേദനയോടെ കണ്ട ഒരു സംഭവമായിരുന്നു വയനാട് ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കൂടപ്പിറപ്പുകൾക്ക് സഹായ വാക്കുകളുമായി എത്തിയിരുന്നു. ഒരു പാട്ടിലൂടെ അവരുടെ വേദനയെ ഒരു പരിധിവരെ ശമിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രജിനും ശ്രീദേവിയും. ലെറ്റ്സ് വെൽക്കം രജിൻ ആൻഡ് ശ്രീദേവി. വെൽക്കം ടു ദ ഷോ. ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു പാട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി, ഒരുപാട് പേർക്ക് ആശ്വാസമായി. ആ പാട്ടൊന്ന് പാടി നമുക്ക് തുടങ്ങാം. ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും, മനം വിതുമ്പിടുന്നതെന്തേ സ്വരം മുറിഞ്ഞിടുന്നതെന്തേ, പ്രകൃതി തന്റെ കോപമോ മാനവന്റെ ലോഭമോ, നേരമില്ലിതോർക്കുവാൻ അന്നീ നാടിനെ, സ്നേഹമേകി ജീവനേകി ജാതി വർഗ ഭേദമെന്നെ കൈപിടിച്ചുയർത്തിയാർത്തു വന്ന ധീരർ നാം, അന്ന് കൈകോർത്തുയർന്നു വന്നു സ്നേഹഗാഥയായി. ഈ ഇതും കടന്നു പോകുമെന്ന് ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങളുടെ ആരുടെ മനസ്സിലായിരുന്നു ആദ്യം തോന്നിയത്? എൻ്റെ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഓർമ്മകൾ എന്ന പേരിൽ. എൻ്റെ ഗുരുവും കൂടിയായ പ്ലേബാക്ക് സിംഗർ മിഥുൻ ജയരാജൻ്റെ അദ്ദേഹം പാടിയൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് എഴുതിയതും കമ്പോസ് ചെയ്തതൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയും ബാക്കിയുള്ള റിലവൻറ്റ് ടോപ്പിക്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്ത സമയത്താണ് വയനാടിൻ്റെ ഇഷ്യൂ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും എന്തുകൊണ്ടെന്നാൽ വയനാടിനെ പറ്റി ഒരു സോങ് ചെയ്തുകൂടാ എന്നൊരു തോട്ടിലേക്ക് വരുന്നത്. ഈ സോങ് ആദ്യം കേട്ട പ്രമുഖരിൽ ഞാൻ കണ്ടു എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ, അതുപോലെ ഹൈബിയുടെ MP, ഔസേ ബച്ചൻ സാറ്, റഹ്മാൻ സാറിന്റെ മോള് ഖദീജ റഹ്മാൻ. ഇതെങ്ങനെയാണ് ഈ ആൾക്കാരിലേക്കൊക്കെ നിങ്ങൾ എത്തപ്പെട്ടത്? അതൊരു ഭാഗ്യമാണ് ശരിക്കും. ഞങ്ങൾ ഇത്രയും വൈഡൊരു ഇത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊരു വൈഡ് റേഞ്ചിലേക്ക് പോയി, ഒരുപാട് പേര് ഷെയർ ചെയ്തു. എസ്പെഷ്യലി നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ആരാധിക്കുന്ന ആൾക്കാരാണ് ഔസേ ബച്ചൻ സാറൊക്കെ. അദ്ദേഹമൊക്കെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഖദീജ റഹ്മാൻ മാമിന്റെ ഒരു ഷെയറിങ് അത് ഭയങ്കര സർപ്രൈസ് ആയി. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സർപ്രൈസ് ആയ ഒരു സംഭവമായിരുന്നു. പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് പറയാ ഇൻസ്റ്റഗ്രാം നോക്ക്, ആള് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-2.5 ലക്ഷത്തോളം ആളുകളിലേക്ക് ഇത് എത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ഭയങ്കര സർപ്രൈസ് ആയോ? നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? കിളി പോയതാണ് ശരിക്കും ഞങ്ങൾ തമാശയായിട്ട് വരും, റെജിന്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നും ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തിയേക്കണേ, അല്ലെങ്കിൽ പല വീടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയിരുന്നു ഞങ്ങൾ. അതിലും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ വ്യൂസ് എന്ന് പറയുന്ന ഓരോ ആളുകളാണല്ലോ. അപ്പൊ അത്രയും അവരിലേക്കെല്ലാം ഈ പാട്ട് ചെന്നെത്തുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വ്യൂസ് കൂടും തോറും ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ ഇങ്ങനെയും കൂടി ആലോചിക്കുമ്പോൾ. നമ്മൾ ഏത് പ്രൊജക്ട് ചെയ്യുമ്പോഴും അത് എത്ര ചെറുതാക്കാൻ ശ്രമിച്ചാലും അതിന് കുറച്ച് എമൗണ്ട് ഇൻവോൾവ് ആണ്, വളരെ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്.
അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്തിരുന്നത്? എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രിഡോമിനന്റ് കൺസിഡറേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സജഷൻ ചോദിച്ചപ്പോൾ ക്രിയേറ്റീവ് ടീം പറഞ്ഞിരുന്നത് പിന്നെ AI വിഷ്വൽ ആയിട്ട് എടുത്താൽ എന്താ, കാരണം പിന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു വലിയ സമയം പോകും. ഇതിന്റെ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളത് ഹോൾഡ് ചെയ്തു, കാരണം ഫെയിമിന്റെ അങ്ങനെ ഒരു പേടിച്ചിട്ട്. പക്ഷെ സംഭവം പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ AI വിഷ്വൽ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴേക്കും അവർ കറക്റ്റ് ആ വിഷ്വൽസ് എടുത്ത് അയച്ചു തന്നു. ഞങ്ങളത് സെലക്ട് ചെയ്തു, പിന്നെ അവരത് നന്നായിട്ട് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെതായ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വയനാട് എന്തെങ്കിലും ഒരു പ്രത്യേക സ്ലോഗനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. അപ്പം ഞങ്ങൾ ഒരു സ്ലോഗൻ പ്രൊജക്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിനെ മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് വയനാട്, ലെറ്റ് ദ ഹെൽപ്പ് റീച്ച് ദ നീഡഡ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്രൊജക്ട് ചെയ്ത സ്ലോഗൻ. ആദ്യമായിട്ട് ഈ ഒരു പാട്ടിലേക്ക് ഒരു ഫീമെയിൽ വോയിസ് എന്ന് വിചാരിച്ചപ്പോൾ റിജിൻ കണ്ടുപിടിച്ച ആളാണോ അതോ നിങ്ങൾ ഒരുമിച്ചായിരുന്നോ ഈ ആലോചനകളെല്ലാം? ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് സംസാരിച്ചപ്പം അങ്ങനെ വന്ന കുറേ ഐഡിയാസ് എന്നാണ് ഇതിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചതും. അപ്പം ആ ഒരു ഇതിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ച് അങ്ങനെയാണ് എന്നാൽ ഷോർട്ട് സോങ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഷോർട്ട് സോങ്ങിന്റെ ഈ 1.5 മിനിറ്റിലൊക്കെ നിൽക്കുന്ന അല്ലേ? അങ്ങനെ ആലോചിച്ച് അവിടെ നിർത്തി. പിന്നെയാണ് ഈ വയനാടിന്റെ ഇഷ്യൂ വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെയ്യാം. ഒരു വ്യക്തി മാത്രമായി ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരുമിച്ച് ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത്. അതിലേക്ക് റിജോഷിന്റെ പേരും കൂടി പറയേണ്ടതുണ്ട്. കാരണം റിജോഷും വളരെ സപ്പോർട്ടീവായിട്ട് ഇപ്പം നമ്മൾ ഒന്ന് ട്യൂണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെയ്തു തരണേന്ന് പറയുമ്പം അവന് രാത്രി ഉറങ്ങാതെ ചിലപ്പോൾ ചെയ്തു തരും. അത്രയും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ. അതെ, ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് അയച്ചു കൊടുത്തതാണ് ഈ സോങ്. ആള് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വിത്തിൻ കപ്പിൾ ഓഫ് ഹവേഴ്സ് ആള് ചെയ്ത് അയച്ചു. ഈ പാട്ട് നമ്മൾ കാണുമ്പോൾ പാട്ടിന്റെ കൂടെ നമുക്ക് വിഷ്വലും കാണാൻ പറ്റുന്നു. ഈ വിഷ്വൽ എവിടെ നിന്ന് ഉണ്ടായത്? വിഷ്വലിന്റെ കാരണക്കാരി എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ചിത്ര എന്നാണ് പേര്. അവളും കുറെ ഇന്ന് അന്വേഷിച്ചു പിടിച്ച് അങ്ങനെ ചെയ്തു തന്നതാണ് ഇതൊക്കെ. നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് പ്രളയത്തിന്റെ സമയത്ത് നിപ്പ, കൊറോണ ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു പോയപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു, നമ്മളതൊക്കെ അതിജീവിച്ചു. ആ ഒരു മെസ്സേജ് കൂടെ അതിൽ വരണം. ഇനിയും നമുക്ക് സാധിക്കും, ഇതും കടന്നു പോകും. അതൊരു വലിയൊരു ഇതും കടന്നു പോകും എന്നുള്ളത് ഞാൻ എഴുതിയ വരി എന്നതിലുപരി ആ വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. പാട്ട് പാടാനും വരികൾ എഴുതാനും പറ്റുകയെന്ന് പറയണത്. ഒന്നുകിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വരികൾ എഴുതാൻ പറ്റും. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയേക്കുന്നത്? ഇവിടെ ഒരു ഫുൾ പാട്ട് എഴുതിയ ആളിരിക്കുന്നു, അവിടെ ഒരു ഫുൾ പാട്ട് എഴുതിയ ആളിരിക്കുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ സംഭവിച്ചു? ഭയങ്കരമായി വായിക്കുന്ന ആൾക്കാരാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിടത്തോളം അത്യാവശ്യം പാടുന്നവരുടെ മനസ്സിൽ ചില ലൈൻസുകൾ ഉണ്ടാവും. പലരും അത് പുറത്തെടുക്കാത്തോണ്ടായിരിക്കാം മേ ബി. ഞങ്ങളത് ട്രൈ ചെയ്തപ്പോ പുറത്തേക്ക് വന്നല്ലേ. ഞങ്ങൾ ഒരുപാട് വായിക്കാറൊന്നുമില്ല, വായിക്കാൻ വളരെ മടിയുള്ള ആളാ. ഇപ്പോ ഭക്ഷണം പോലും ഇല്ലെങ്കിൽ ഇരുന്ന് മൂവി കാണും, പാട്ട് കേൾക്കും. വായന ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും ഈ ഒരുപക്ഷെ പണ്ട് പഠിച്ച നമ്മൾ മലയാളം പദ്യങ്ങളും കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പണ്ട് പഠിച്ച സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഈ റെസിറ്റേഷനിലൊക്കെ പാടി ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഒരുപാട് നല്ല കവികളുടെ പാട്ടുകൾ അതൊക്കെ ഇപ്പോഴും കാണാപ്പാടം പറയും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ മനസ്സിൽ എപ്പോഴോ രജിസ്റ്റർ ആയ സാധനങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഗുരുത്വമൊക്കെ ആയിരിക്കാം, ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമായിരിക്കാം. എഴുതുമ്പോൾ ചിലപ്പോൾ വാക്കുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ കിട്ടാറുണ്ട്. പിന്നെ മ്യൂസിക് ആയിക്കോട്ടെ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറായിരുന്നു ആദ്യത്തെ ഗുരു. ആദ്യത്തെ ഗുരു അല്ല, അദ്ദേഹത്തിന് തൊട്ട് മുന്നേ ഞാൻ പഠിച്ചിരുന്നത് അവിടെയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 2 വർഷം കഴിഞ്ഞ് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇടത്തിൽ വന്നത്. അപ്പോൾ ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ചെറുതിലെ തൊട്ട് പഠിച്ച അമ്മയായിരുന്നു ആദ്യത്തെ ഗുരു. അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച എല്ലാവരുടെയും അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മനസ്സിൽ സംഗീതം മനോധർമ്മത്തിലാണെങ്കിലും വിളിക്കുമ്പോഴൊക്കെ സാധനം എത്തുന്നുണ്ട്. ഇനി എത്തട്ടെ. ഈ കുഞ്ഞു 1 മിനിറ്റുള്ള പല പാട്ടുകൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ആദ്യം തുടങ്ങിയത് ഇതും കടന്നു പോകുവാണോ? അല്ല, അതിന് മുന്നേ ശ്രീയുടെ ഒരു സോങ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരി, അതോടൊന്ന് കേട്ടാലോ? ഇനിയോ മുഷസു തെളിയണം, സ്വയം മറന്നു ചേരണം, ഒരുമയോടെ പൊരുതണം, ഇതും കടന്നു പോയിടും. നിങ്ങളുടെ പാട്ടുകളിലൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഇപ്പം നമ്മൾ ഇതും കടന്നു പോകുമെന്ന് പറയുന്നതും ഇനിയും ഉഷസ് തെളിയണമെന്ന് പറയുന്നിടത്തും അത് വളരെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇങ്ങനെ നല്ല വാക്കുകൾ, നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ മാത്രം മതി എന്നുള്ളത്? ഓ അത് ശരി, അതാണ് ഹോപ്പ്, പ്രതീക്ഷയല്ലേ? നമ്മൾക്ക് ഒരാളിലേക്ക് സന്തോഷം എത്തിക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല, പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റുക എന്നുള്ളതും ചെറിയ കാര്യമല്ല. അപ്പോൾ
എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും പ്രതീക്ഷകളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ആസ് സിംഗേഴ്സ്, ആസ് മ്യൂസിഷ്യൻസ് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ആക്ച്വലി സ്പീക്കിംഗ്, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു മ്യൂസിക് മാത്രമാണ് ഒരു ഉപജീവന മാർഗം എന്ന് കാണുന്ന ആൾക്കാരല്ല, വേറെ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലേക്ക് ഭയങ്കരമായ ആഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാണോ ഇതിലേക്കും കൂടെ വരാനുള്ള ഒരു ശ്രമം നടത്തുന്നത്? തീർച്ചയായിട്ടും. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ മ്യൂസിക് പഠിക്കുന്ന ആളാണ്. പിന്നീട് ജോബിലേക്ക് വന്നപ്പോഴേക്കും ചെറിയൊരു ബ്രേക്ക് വന്നു. ഞാൻ ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, UK ബേസ്ഡ് കമ്പനിയാണ്. അതിലിപ്പോൾ ഒരു 15 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. ശ്രീദേവി ആക്ച്വലി ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ്. അത് നമുക്ക് വളരെ പരിചിതമായ പല സിനിമകളുടെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട, സ്വയം ഡബ് ചെയ്താൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരിക്കും? അതെപ്പോഴും നീലത്താമരയാണ്. ആണ് ആദ്യത്തെ തന്നെ. ഞാൻ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടും ഒരുപാട് പരിശ്രമിച്ചിട്ട് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നല്ലേ അർച്ചന കവിക്ക് വേണ്ടിയിട്ട്. അതെ, അതില് നീലത്താമരയില് അർച്ചന കവിയുടെയും പാർവതി ചേച്ചിയുടെയും വോയിസ് ഞാനാ കൊടുത്തത്. അതെ, അങ്ങനെ പല പല ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഞാൻ പറഞ്ഞില്ലേ, അതില് ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടി പോയിട്ട് അത് ഓക്കെ ആവുമായിരുന്നു. ഞാൻ അന്ന് സിംഗിങ് മാത്രമായിരുന്നു. ഇപ്പൊ ഒരു 6 വയസ്സ് തൊട്ട് പാട്ട് പഠിച്ച് പിന്നെ കുറെ കോമ്പറ്റീഷൻസിന് പോയി, ലൈറ്റ് മ്യൂസിക്കിനും പിന്നെ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലും സ്റ്റാർ സിംഗറിലും ഇതെല്ലാം പയറ്റി നിൽക്കുന്ന സമയത്താണ് ഈ MA കഴിഞ്ഞ് നിൽക്കുന്ന മ്യൂസിക് MA ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ലാൽജു സാർ ഇങ്ങനെ ഒരു വോയിസ് അന്വേഷിക്കുന്നുണ്ട്, MT സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. അങ്ങനെ വോയിസ് ടെസ്റ്റ് ഒരുപാട് അവർ നോക്കി പിന്നെ ഞാൻ വോയിസ് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന് 2 ഡയലോഗ്സ് പറയിപ്പിച്ചു. ഓക്കെ ആയിരുന്നു. അത് ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? റിമയുടെ കൂടെ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ, സ്വീറ്റ് ചന്ത സേഫിച്ചാലോ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ, അങ്ങനെ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ആദ്യം ചെയ്യിപ്പിച്ചത്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് ഓർത്തു വെക്കില്ലേ, നമ്മൾ പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ഒക്കെ? എനിക്ക് ഈ സീന് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുസ്തകം നോക്കി വായിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എന്താണ്, പകലിന്റെ നക്ഷത്രങ്ങൾ CP ഹരിദാസ് അങ്ങനെ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും ചെയ്യും. എന്നോട് പറഞ്ഞു, നിനക്ക് തോന്നുന്നത് ചെയ്തോ, എങ്ങനെയാണ് അത് നോക്കിയിട്ട് വായിക്കുക, പക്ഷെ അതിലൊരു ഒരു കുട്ടിത്തം ഉണ്ടായിരിക്കണം, ആ ഒരു സ്ലാങ് കീപ്പ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫുള്ള് ചെയ്ത് MT സാറിന്റെ കയ്യിലെത്തുമ്പം സാറ് പറഞ്ഞൊരു കാര്യം, എന്റെ കുഞ്ഞുമാളുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു ശരിക്കും. എന്റെ ഫസ്റ്റ് വർക്കും ആയിരുന്നു. അതിനും അവാർഡും ഉണ്ടായിരുന്നു ആ വർഷത്തെ. രണ്ടുപേർക്കും ഒരേ ആഗ്രഹങ്ങളുള്ള രണ്ടുപേർ കൂട്ടുമുട്ടിയതാണോ? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? ഞങ്ങൾ ആക്ച്വലി യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ശ്രീയുടെ വീട് അപ്പുറത്താണ്, ഞങ്ങൾ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇടം പോസിബിൾ ആയതും. ഇടത്തിലൂടെ മിഥുൻ ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ ഹോപ്പ് സീരീസ് ഒക്കെ വന്നത്. ഇടം എന്ന് പറയുന്ന ഇടത്തിലാണ് ഇപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് ഇടം, അവിടെ ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതെ ഒരുപക്ഷെ വലിയ ബാനറുകളുള്ള ആരുടെയെങ്കിലും പേജുകളിലൂടെ റിലീസ് ചെയ്യാൻ ശ്രമിക്കില്ലേ? അങ്ങനെയൊന്നും ചെയ്യാതെ വേണ്ട, കുഴപ്പമില്ല, എൻ്റെ പേജിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഈ പാട്ട് കേൾക്കണമെന്നുള്ളവർ റിജിന്റെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. മെസ്സേജ് ആണല്ലോ ഇത് ബേസിക്കലി. അപ്പം ആൾക്കാരിലൂടെ കടന്നു പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു വൈഡ് പബ്ലിസിറ്റി എന്നുള്ള സംഭവത്തിലേക്ക് പോയില്ല. കാരണം ഇങ്ങനൊരു കോസും കൂടെ ആയതുകൊണ്ട് നമ്മുടെ പാട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലുപരി ഈ മെസ്സേജ് കടന്നു പോയിക്കോട്ടെ, അത് വേർഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു. ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ക്രൗഡിലേക്ക്, ഒരു ഹ്യൂജ് സക്സസ് ഒന്നും അല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ക്രൗഡിലേക്ക് അത് പോയിട്ടുണ്ട്. ഇപ്പൊ ഖദീജ മാമും ഔസേപ്പച്ചൻ സാറും അജയ് സാറും ഒക്കെ ഷെയർ ചെയ്തെങ്കിൽ അതിനർത്ഥം ഒരു ക്രൗഡ് ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും. ഈ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ നമ്മളിങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഒരു സെലിബ്രിറ്റി ആയിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ എന്റെ മാത്രമല്ല, ഇപ്പൊ വൈഫിന്റെ ആയിക്കോട്ടെ, അവരെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യം ഇതാണ്. കാരണം ഒരു പാട്ടെന്നതിലുപരി നിങ്ങൾ അതിനു വേണ്ടി ചെയ്തല്ലോ, അത് നല്ലൊരു കാര്യമാണ്. ഒബ്വിയസ്ലി ഇത് അവർ നല്ല അഭിപ്രായം പറഞ്ഞു, ഇപ്പം പാട്ടിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ ഈ ഒരു കാര്യം അവർ എടുത്തു പറഞ്ഞു, നിങ്ങൾ അതിനു വേണ്ടി ചെയ്തല്ലോ,
കുറച്ച് കമന്റ്സ് ഒക്കെ അതിൽ വന്നു. അതായത് വയനാടിനെ വീണ്ടും നിങ്ങൾ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഈ ഓണത്തിനിടയിൽ ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ അതായിരുന്നു, ഓണത്തിനിടയിലും യു ഷുഡ്ന്റ് ഫോർഗെറ്റ് വയനാട് ബിക്കോസ് ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഔട്ട് ദെയർ ഹു നീഡ്സ് ഹെൽപ്പ്. ഇനി ഒരുപാട് ഇങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഡബ്ബിങ്ങിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഫ്ലറിഷ് ആവട്ടെ. ഇനി നിങ്ങളെ കാണുമ്പോൾ ഒരു സിനിമയുടെ പാട്ടിനും സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാകട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്.